അപ്പോൾ നമ്മൾ തമ്പനയിൽ കണ്ട പോലെ രാവിലെ മാർക്കറ്റിലേക്ക് 9:15 വരുന്ന സമയത്ത് ഫുൾ പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടേക്കും വന്നിട്ടുണ്ടാവും. സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷേ വൈകുന്നേരം 3 മണിയാകുമ്പോഴേക്ക് ഏതൊക്കെ ട്രേഡ് എടുത്തുന്നോ, എവിടെ നിന്നൊക്കെ എടുത്തുന്നോ, എന്തിനൊക്കെ എടുത്തുന്നോ, അതേപോലെ ഏത് സ്ട്രാറ്റജി വെച്ചിട്ട് എടുത്തുന്നോ, ഇതിനെപ്പറ്റി ഒന്നും ഒരു പിടുത്തുണ്ടല്ലോ. ഏതൊക്കെയോ ആവശ്യമില്ലാത്ത കുറേ ട്രേഡ്സ് എടുത്തിട്ടുണ്ടാവും. ഓവർ ട്രേഡിങ്ങിൻ്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്നുള്ളത് കംപ്ലീറ്റ് നമുക്ക് ഈ വീഡിയോയിൽ കണ്ടുവെക്കാം. ഈ ഒരു സംഭവം അനുഭവിക്കുന്ന ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ടാവും. ഞാനും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവിടുന്ന് ഒരു വിധത്തിൽ കര കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇത് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് ജസ്റ്റ് തിയററ്റിക്കലി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് മെഡിറ്റേഷൻ ചെയ്താൽ ഇത് റെഡിയാവും, അല്ലെങ്കിൽ 1 day 1 trade റൂൾ ഫോളോ ചെയ്ത് അങ്ങനെ റെഡിയാവും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് വെറുതെ അങ്ങനെ പറഞ്ഞു പോകും. തിയററ്റിക്കലി പറഞ്ഞു പോകാനുള്ള സംഭവങ്ങളല്ല. അതൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കിയ സംഭവങ്ങളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലി എന്തൊക്കെ ചെയ്തപ്പോഴാണ് എൻ്റെ ട്രേഡിംഗ് സ്റ്റൈൽ വ്യത്യാസം വന്നത്, ഞാനിത് ഈ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് ട്രേഡിങ്ങിൽ നിങ്ങൾ നേരിടുന്ന ഏതെങ്കിലും 1-2 പ്രശ്നങ്ങൾ മാത്രം അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിരിക്കില്ല. അതായത് ഓവർ ട്രേഡിങ്ങിന് ഇന്ന കാര്യങ്ങൾ ചെയ്യുക, റിവഞ്ച് ട്രേഡിങ്ങിന് ഇന്ന കാര്യങ്ങൾ ചെയ്യുക, അങ്ങനത്തെ ഒരു വീഡിയോ ആയിരിക്കില്ല. ട്രേഡിങ്ങിൽ ഇമോഷണലി നിങ്ങൾക്ക് എന്ത് പ്രശ്നം നേരിടുന്നുണ്ടെങ്കിലും അതിനൊക്കെയുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുള്ള ഒരു ഓൾറൗണ്ടർ വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എന്തൊരു പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തണമെങ്കിൽ ഫസ്റ്റ് അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അതായത് ആ പ്രോബ്ലം വരാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും, ഏറ്റവും ഇന്നർമോസ്റ്റ് റീസൺ. ആ റീസൺ എന്താണെന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ വഴി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡിങ്ങിൽ നേരിടുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം, ഇമോഷണലി നമ്മൾ നേരിടുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരാളിപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നം ഓവർ ട്രേഡിംഗ് ആണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, അങ്ങനെ ഏത് പ്രശ്നമായാലും കുഴപ്പമില്ല, ഓവർ ട്രേഡിംഗ് ആണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഓവർ ട്രേഡിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓവർ ട്രേഡ് ചെയ്ത് ഏതെങ്കിലും ഒരു ദിവസം എടുക്കുക. നിങ്ങൾ ഒരു മാസം, എല്ലാ ദിവസവും ഓവർ ട്രേഡ് ചെയ്യില്ലല്ലോ, പല ദിവസങ്ങളും പ്രോപ്പറായിട്ടേക്ക് പോകുന്നത്. ചിലപ്പോൾ ഒരു മാസത്തിൽ ഓവറോൾ ലോസ് ആവാനുള്ള കാരണം 1-2 ദിവസം ഓവർ ട്രേഡ് ചെയ്തായിരിക്കാം. അപ്പോൾ ആ ദിവസങ്ങൾ എടുക്കുക, 1-2 ദിവസം. ആ ഒരു ദിവസത്തിൽ നമ്മൾ എത്ര ടോട്ടൽ ഒരുപാട് ട്രേഡ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും. അതിൽ എവിടെ വെച്ചാണ് നമ്മളെ കയ്യിൽ നിന്ന് ഇമോഷൻ പോയിട്ട് നമ്മൾ ഓവർ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത് നോക്കുക. ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് നോക്കി വെക്കാം. ചിലപ്പോൾ ഫസ്റ്റ് ട്രേഡിൽ തന്നെ പോയിട്ടുണ്ടാവും. ഫസ്റ്റ് ട്രേഡിൽ തന്നെ നമ്മൾ പ്രോപ്പർ സെറ്റപ്പ് ഫോളോ ചെയ്യാതെ ട്രേഡ് എടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഓരോ ആൾക്കാരുടെ കേസായിട്ടാണ് പറയുന്നത്. ഒരാൾ ചിലപ്പോൾ ഫസ്റ്റ് ട്രേഡിൽ തന്നെ അങ്ങനെ പോയിട്ടുണ്ട്. ചിലപ്പോൾ വേറൊരാൾ 2-3 ട്രേഡ് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടാവും. ഒരു ഫോർ എക്സാമ്പിൾ 2 ട്രേഡ് കറക്റ്റായിട്ട് എടുത്ത് 3ാമത്തെ ട്രേഡ് എടുത്തപ്പോൾ അതിൽ കാര്യങ്ങളൊക്കെ പാളിപ്പോയി, സ്ട്രാറ്റജിയൊക്കെ നോക്കാതെ ട്രേഡ് എടുത്ത്, അങ്ങനെ ആയിരിക്കും വരിക. അപ്പം അങ്ങനെ ഏത് കേസാണെന്നുള്ളത് നിങ്ങളുടെ കാര്യത്തിൽ ഏതിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നുള്ളത് നോക്കി വെക്കാം. ഫോർ എക്സാമ്പിൾ ഒരാളത് ഫസ്റ്റ് ട്രേഡ് തന്നെ പാളിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഫസ്റ്റ് ട്രേഡ് തന്നെ പോയിട്ടുണ്ട്, ഫസ്റ്റ് ട്രേഡിൽ തന്നെ ഇമോഷൻ കിട്ടാതെ സ്ട്രാറ്റജി തെറ്റിച്ച് ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് ശേഷം ഓരോ ട്രേഡ് തോന്നിയമാതിരി എടുത്ത് കംപ്ലീറ്റ് അന്ന് ഓവർ ട്രേഡ് ചെയ്ത് ഒരുപാട് ലോസ് വരുത്തി. അപ്പോൾ ആ ഫസ്റ്റ് ട്രേഡ് എടുക്കുക. അതായത് എവിടെ നിന്നാണോ ഓവർ ട്രേഡിങ്ങിലേക്ക് പോയത്, ഓക്കെ മനസ്സിലായല്ലോ. ഇപ്പോൾ 3ാമത്തെ ട്രേഡ് ആണെങ്കിൽ 3ാമത്തെ ട്രേഡ്. അപ്പോൾ ഫസ്റ്റ് ട്രേഡ് എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ട്രേഡിൽ അത് പാളാനുള്ള റീസൺ എന്താണെന്നുള്ളത് നോക്കി വെക്കുക. അതും ഓരോ ആൾക്കാർക്കും ഡിഫറെൻറ്റ് റീസൺസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരാൾ ചിലപ്പോൾ ഫസ്റ്റ് ട്രേഡ് തന്നെ തോന്നിയമാതിരി എടുക്കാനുള്ള റീസൺ പ്രീവിയസ്ലി ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ഒരു ആഴ്ചയൊക്കെ കണ്ടിന്യൂസ്ലി ലോസ് അടിച്ചുകൊണ്ടായിരിക്കാം. ഒരു 3 ദിവസം കണ്ടിന്യൂസ് ലോസ് അടിക്കുമ്പോൾ 4ാം ദിവസം നമ്മൾ മാർക്കറ്റിലേക്ക് വന്ന് ട്രേഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മിക്കവാറും നമുക്ക് ആ ലോസ് റിക്കവർ ചെയ്യണം, കുറേ ലോസാണ്, ഇത് റെഡി ആവുമോ, അങ്ങനെയുള്ള ഓരോ ചിന്തകളൊക്കെ വരും. അപ്പോൾ ആ ചിന്ത കൊണ്ടാവാൻ ചിലപ്പോൾ 9:15 കറക്റ്റ് മാർക്കറ്റിൽ വന്നിരുന്നിട്ട് ആ ചിന്ത ഇങ്ങനെ മൈൻഡിൽ ഉള്ളതുകൊണ്ടായിരിക്കാം ഓവർ ട്രേഡിങ് ചെയ്ത് ഫസ്റ്റ് ട്രേഡ് തന്നെ പാളിപ്പോയത്. ചിലപ്പോൾ അതായിരിക്കാം മേ ബി ഒരു റീസൺ. ഇനി രണ്ടാമത്തെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 3 ദിവസം കണ്ടിന്യൂസ് പ്രോഫിറ്റ് ആയിരിക്കും. അങ്ങനെ 3 ദിവസം കണ്ടിന്യൂസ് പ്രോഫിറ്റ് ആണെങ്കിൽ ഒരു ഓവർ കോൺഫിഡൻസ് വന്നിട്ട് ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല, എങ്ങനെ എടുത്താലും പ്രോഫിറ്റൊക്കെ വരും എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിയിട്ട് പ്രോപ്പർ സെറ്റപ്പ് ഒന്നും വരാതെ അത് കുഴപ്പമില്ല ഏകദേശം സെറ്റപ്പൊക്കെ വന്ന് എടുക്കാൻ വിചാരിച്ചിട്ട് ആ ഒരു ഓവർ കോൺഫിഡൻസിന് മേലെ എടുത്തതായിരിക്കും. അതുകൊണ്ടായിരിക്കാം ലോസ് വന്നത്. പിന്നെ ചിലപ്പോൾ ലോസ് വന്നത് ചിലപ്പോൾ രാവിലെ വെയിറ്റ് ചെയ്തിട്ട് കുറേ നേരത്തേക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടാവില്ല. 9:15 വന്ന് 10:15, 11:15, 12:15, 1 മണിക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രോപ്പർ എൻട്രി വന്നിട്ടുണ്ടാവും. അതുവരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്നിട്ട് ട്രേഡ് കിട്ടാത്തതിൻ്റെ ഫ്രസ്ട്രേഷനിലായിരിക്കും ഫസ്റ്റ് ട്രേഡ് തന്നെ സ്ട്രാറ്റജി തെറ്റിച്ചെടുത്തത്. ആ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ടായിരിക്കാം അന്നെടുത്ത ഫസ്റ്റ് ട്രേഡ് തന്നെ പാളിപ്പോയത്. സോ അങ്ങനെ എന്ത് റീസൺസ് വേണം വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ എക്സ്റ്റേണൽ റീസൺസ് ആയിരിക്കാം. അതായത് ട്രേഡിങ്ങുമായിട്ട് ബന്ധമൊന്നും ഉണ്ടാവില്ല. നമ്മളെ വീട്ടിലുള്ള എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും പ്രഷറോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇമോഷണലി വേറെ എന്തെങ്കിലും സ്ട്രെസ്സോ കാര്യങ്ങളോ ഉള്ള ടൈമിൽ ട്രേഡ് ചെയ്യാൻ വന്നിട്ട് അതിൻ്റെ പേരിലായിരിക്കാം പോയത്. അപ്പോൾ അങ്ങനെ എന്ത് റീസൺസ് കൊണ്ട് വേണമെങ്കിലും ഓവർ ട്രേഡിങ്ങിലേക്ക് നയിക്കാം. അപ്പം നിങ്ങൾ ആ ഒരു ദിവസം ഓവർ ട്രേഡ് ചെയ്യാൻ കാരണം എന്താണെന്നുള്ളത് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ റീസൺ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ അതിന് ആ റീസൺ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓരോ റീസണിനും ഓരോ സൊല്യൂഷൻസ് ഉണ്ട്. ഞാൻ എല്ലാത്തിനുള്ള സൊല്യൂഷൻ ഈ കേസിലുള്ളതിന് ഞാൻ പറഞ്ഞുതരാം.
ഇപ്പോൾ കണ്ടിന്യൂസ് ലോസ് അടിച്ചിട്ടാണ് നിങ്ങൾ അന്നത്തെ ഫസ്റ്റ് ട്രേഡിൻ്റെ കയ്യിൽ നിന്ന് പാളിപ്പോയതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇനി ട്രേഡിംഗ് കരിയറിൽ ഒരു 3 ട്രേഡ് അടുപ്പിച്ച് വരുന്ന സമയത്ത് 4-ാം ദിവസം ട്രേഡ് എടുക്കണ്ട. 4-ാം ദിവസം നിങ്ങൾ ഇമോഷൻ പോകുന്നുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യുക, 3 ദിവസം അടുപ്പിച്ച് ലോസ് വരികയാണെങ്കിൽ ട്രേഡ് എടുക്കേണ്ട 4-ാം ദിവസം അന്ന് ഒരു ദിവസം ലീവ് എടുക്കാം. രണ്ടാമത്തെ കേസ് 3 ദിവസം അടുപ്പിച്ച് പ്രോഫിറ്റ് കിട്ടിയിട്ട് ഓവർ കോൺഫിഡൻസ് കൊണ്ട് എടുക്കുകയാണെങ്കിലും 4-ാം ദിവസം ട്രേഡ് എടുക്കേണ്ട. ഇനി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ 3 ദിവസം അടുപ്പിച്ച് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ 4-ാം ദിവസം ലീവ് എടുത്ത് വേണമെങ്കിൽ പുറത്തൊക്കെ ഒന്ന് പോയി വരാമല്ലോ, 3 ദിവസം പ്രോഫിറ്റ് ഒക്കെ കിട്ടിയല്ലേ. സോ അതാണ് അതിനുള്ള സൊല്യൂഷൻ. പിന്നെ 3-ാമത്തെ കേസ് നമ്മൾ പറഞ്ഞത് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് എൻട്രി കിട്ടാതിരുന്നിട്ടുള്ള ഫ്രസ്ട്രേഷനിൽ ഏതെങ്കിലും ട്രേഡ് എടുത്തിട്ട് അത് SL അടിച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ കയറിയിട്ട് അന്നത്തെ ദിവസം മൊത്തം കൊണ്ടുപോയി കൊളാക്കിയതാണ്. ആ ഒരു കേസാണ് നിങ്ങളുടെ കേസെങ്കിൽ ഈ ചാർട്ട് തന്നെ നോക്കി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചാർട്ട് തന്നെ ഇങ്ങനെ ട്രേഡ് വരട്ടെ എന്ന് വെച്ച് ഇങ്ങനെ നോക്കിയിരിക്കുന്നതുകൊണ്ടാണ് ഈ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ ആവശ്യമില്ലാത്തൊരു ട്രേഡ് എടുക്കുന്നത്. സോ അത് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ 9:15 വന്ന് ചാർട്ടും കാര്യങ്ങളൊക്കെ റെഡി ആക്കി വെച്ച് എൻട്രി ഏരിയസൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചാർട്ടിന് മുന്നിൽ ഇരിക്കേണ്ട, വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവാം. അങ്ങനെ ആകുമ്പോൾ ഇത് അത്ര അങ്ങോട്ട് ബാധിക്കില്ല. ഇത് ട്രേഡ് കിട്ടണം, ട്രേഡ് എടുക്കാന്ന് മാത്രം ആലോചിച്ചിട്ട് അത് തന്നെ നോക്കിയിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്, ഈ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് ട്രേഡ് കിട്ടാതിരിക്കുമ്പോൾ. സോ അതിനുള്ള സൊല്യൂഷൻ അതാണ്. ഇനിയിപ്പോൾ അതല്ല 4-ാമത്തെ പ്രോബ്ലം, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണ് ഓവർ ട്രേഡ് ചെയ്തിരിക്കുക, എക്സ്റ്റേണലി എന്തെങ്കിലും ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചൂടായിരിക്കുന്ന സമയത്തൊക്കെയാണ് വന്ന് ട്രേഡ് എടുത്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ഇമോഷണലി നിങ്ങൾ ട്രിഗർ ആവുന്ന ദിവസങ്ങളിൽ ട്രേഡ് എടുക്കാതിരിക്കുക, അന്ന് ലീവ് എടുക്കുക, വേണമെങ്കിൽ ഒരാഴ്ച ലീവ് എടുക്കാം. ഇപ്പോൾ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ട് ആകെ ടെൻഷൻ അടിച്ച് ആ ടൈമിലൊക്കെയാണ് ട്രേഡ് എടുക്കാൻ വരുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വീക്കെൻഡ് വേണമെങ്കിൽ ലീവ് എടുക്കാം, ഒരു കുഴപ്പമില്ല. വെറുതെ ഇമോഷൻ കൂട്ടിയിട്ട് ഓവർ ട്രേഡ് ചെയ്തിട്ട് ഹ്യൂജ് ക്യാപിറ്റൽ ലോസ് വരുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ അതേപോലെ നമ്മൾ വേറൊരു കേസ് എടുക്കുക. പല ആൾക്കാർക്കുള്ള പ്രശ്നമാണ് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ SL ഒക്കെ ട്രേഡ് എടുക്കുന്ന സമയത്ത് പ്രോപ്പർ SLും കാര്യങ്ങളൊക്കെ മൈൻഡിലുണ്ടാവും, പക്ഷേ ട്രേഡ് എടുത്തതിന് ശേഷം SL അടിക്കുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. SL അടിച്ച് കഴിഞ്ഞാലും എക്സിറ്റ് ചെയ്യാതെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ട്രേഡ് ഒരുപാട് ലോസിലേക്ക് പോയിട്ട് അതിങ്ങനെ ഹോൾഡ് ചെയ്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന, അങ്ങനെ അവസാനം വലിയ ലോസ് വരുത്തുന്നത്. പക്ഷേ ടാർഗറ്റ് അടിക്കുന്ന സമയത്ത് നേരെ തിരിച്ച് ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യുന്നില്ല, ചെറിയ ടാർഗറ്റ് എത്തുമ്പോഴേക്ക് പേടിച്ചിട്ട് അത് പെട്ടെന്ന് എക്സിറ്റ് ബുക്ക് ചെയ്ത ആളുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പല ആൾക്കാർ നേരിടലുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, SL എത്രയൊക്കെ വെച്ചിട്ടും മൈൻഡിൽ SL വെച്ചിട്ട് ട്രേഡ് എടുത്തതിന് ശേഷം അവിടെ എത്തുമ്പോൾ മാനുവലി എക്സിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യാം, ഓർഡർ ഇട്ട് വെച്ചാൽ മതി. ട്രേഡ് എടുക്കുന്ന സമയത്ത് തന്നെ SL ഓർഡർ ഇട്ട് വെക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടല്ലോ, അത് ഇട്ട് വെച്ചാൽ മതി. മാർക്കറ്റ് അവിടെ എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി സെൽ ഓഫ് ആയിക്കോളും. അപ്പോൾ നമ്മൾ ഇമോഷൻസ് അവിടെ ആക്റ്റ് ആവില്ല, നമുക്ക് അവിടെ വിൽക്കണ്ട വിചാരിച്ചിരുന്നാലും കുഴപ്പമില്ല, അത് ഓട്ടോമാറ്റിക്കായി കട്ടായി പോയിക്കോളും. അതേപോലെ തന്നെ ടാർഗറ്റ് വെക്കുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചിലവർ ടാർഗറ്റ് എത്തി കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യുമല്ലോ, കൂടുതൽ ഗ്രീഡ് വന്നിട്ട് കൂടുതൽ പ്രോഫിറ്റ് വരച്ച് വെയിറ്റ് ചെയ്യും. സോ ആ പ്രശ്നം ഉണ്ടെങ്കിലും അതേപോലെ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യാതിരിക്കുന്ന പ്രശ്നം ഉണ്ടെങ്കിലും ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ബ്രാക്കറ്റ് ഓർഡർ ഒക്കെ എടുത്തിട്ട് ടാർഗറ്റ് SL സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് എടുത്തതിന് ശേഷം അവിടെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ടായിക്കോളും. നമ്മൾ മാനുവലി എക്സിറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇമോഷൻസ് ഓവർ ട്രിഗറായി വരുന്നത്. സോ അതിനുള്ള സൊല്യൂഷൻ ഇതാണ്. അങ്ങനെ എന്ത് പ്രശ്നങ്ങൾ നിങ്ങൾ മാർക്കറ്റിൽ നേരിടുന്നുണ്ടെങ്കിലും, ഇമോഷണലി എന്ത് പ്രശ്നം നേരിടുന്നുണ്ടെങ്കിലും അത് എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ റീസൺ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനുള്ള സൊല്യൂഷൻ എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവുന്നതേ ഉള്ളൂ. അതല്ലാതെ ഓവറോൾ ട്രേഡിങ് ഇമോഷൻ റെഡി ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ റൂൾസിൽ സ്ട്രിക്റ്റ് ആക്കി ഒരു ദിവസം ഇത്ര ട്രേഡ് എടുക്കുള്ളൂ, ഒരു ദിവസം ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു വീക്കിൽ ഇങ്ങനെ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ആവശ്യമില്ലാത്ത കുറേ റൂൾസ് കൊണ്ടുപോയിട്ട് കാര്യമില്ല. നിങ്ങളെ വീക്ക്നെസ് എന്താണ്, നിങ്ങളെ സ്ട്രെങ്ത്സ് എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള റൂൾസ് വേണം നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ. വേറൊരാൾ ഉണ്ടാക്കി വെച്ചത് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇതേപോലെ പല ആൾക്കാർക്കും കോപ്പി പേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് യൂസ്ഫുൾ ആയില്ല. പിന്നീട് എനിക്ക് യൂസ്ഫുൾ ആയത് എൻ്റെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഓരോരോ റൂൾസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ടുവന്നപ്പോഴാണ് എൻ്റെ ട്രേഡിംഗ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ പിന്തുടരുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് ഇമോഷണലി എന്ത് പ്രശ്നങ്ങൾ വരികയാണെങ്കിലും അത് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും കുഴപ്പമില്ല, അത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഒരു കാറിൻ്റെ എന്തെങ്കിലും ഒരു നട്ടോ ബോൾട്ടോ എവിടെയെങ്കിലും ഊരി പോയതിൻ്റെ പേരിൽ അതാണ് അതിൻ്റെ പ്രശ്നം. അതായത് ഒരു നെട്ട് പോയി വിചാരിക്കാം, അതിന് വേണ്ടിയിട്ട് ആ കാർ നല്ല വൃത്തിക്ക് മോഡിഫൈ ഒക്കെ ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ച് റീപെയിൻറ്റ് ചെയ്ത് പോളിഷൊക്കെ ചെയ്ത് നല്ല മൊത്തം മിനുക്കിയെടുത്തിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ ബ്രേക്ക് പാഡ് പോയതാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് പാഡ് മാറ്റിയാലേ അത് റെഡി ആവുള്ളൂ. അതിന് റീസൺ ബ്രേക്ക് ചവിട്ടിയിട്ട് കിട്ടാത്തതിൻ്റെ റീസൺ ബ്രേക്ക് പാഡ് പോയതാണ്. അതിന് വേറെ എന്തൊക്കെ മോഡി കൂട്ടിയിട്ടും കാര്യമില്ല, അതിന് ആ ബ്രേക്ക് പാഡ് തന്നെ മാറ്റണം. അതിൻ്റെ കൂടെ കാറിന് മോഡി കൂട്ടിയാൽ കാർ മൊത്തത്തിലൊന്ന് ഉഷാറാവും, അത്രയേ ഉള്ളൂ. അതേപോലെ ട്രേഡിങ്ങിൽ ഈ മെഡിറ്റേഷനും ബാക്കി കാര്യങ്ങളും ബാക്കി റൂൾസൊക്കെ ഫോളോ ചെയ്യുന്നതിൽ നല്ലതല്ല എന്ന് പറയുന്നില്ല, അതൊക്കെ ചെറിയ രീതിയിൽ മൊത്തത്തിൽ നിങ്ങളെ ട്രേഡിങ്ങിനൊന്നും ഉഷാറാക്കി എടുക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ
ദ ഇന്നർമോസ്റ്റ് പ്രശ്നം, ഇന്നർമോസ്റ്റ് അണ്ടർലൈൻ പ്രോബ്ലം മാറണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ റീസൺ മനസ്സിലാക്കിയിട്ട് അത് സോൾവ് ചെയ്യണം. എന്നാൽ മാത്രമേ അത് മാറി കിട്ടുള്ളൂ. ബാക്കി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ബാക്കി ഈ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത്, അതേപോലെ ഇപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, മെഡിറ്റേഷൻ, അതേപോലെ ജേർണലിങ്, ഇതൊക്കെ ട്രേഡിങ്ങിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങളെ ഹെൽപ്പും ചെയ്യും. പക്ഷേ ഇമോഷൻ കംപ്ലീറ്റ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ കാരണം എന്താണെന്നുള്ളത് കണ്ടെത്തുക, അത് സോൾവ് ചെയ്യാം. ഈ രീതിയിൽ നിങ്ങൾ നേരിടുന്ന കറക്റ്റ് പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്ത് സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. കാരണം ഓരോ ബാക്ക് ടെസ്റ്റ് ചെയ്തല്ല, നിങ്ങളെ ട്രേഡിങ്ങിൻ്റെ ഹിസ്റ്ററി ഒക്കെ നോക്കണം. ഒരു ദിവസം ഇങ്ങനെ ഓവർ ട്രേഡ് ചെയ്ത് അന്ന് രാവിലെ എന്തായാലും എൻ്റെ പ്രശ്നം, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോയത്, ഇന്ന് ഫുൾ ഞാൻ ഓവർ ട്രേഡ് ചെയ്തത്, അത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്ന് നോക്കി കറക്റ്റ് റീസൺ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ച് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്താലേ ഉള്ളൂ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് സോൾവ് ആയി കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് മെനക്കെട്ടുണ്ട് ഇതിന്, അത്ര എളുപ്പമല്ല. പക്ഷേ അത്ര എളുപ്പമായിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രാവിലെ വന്നിരിക്കുന്നത്, ചിലപ്പോൾ 10 മണി 11 മണി നമ്മൾ ഒരു ട്രേഡ് കിട്ടുന്നത്, നല്ല പ്രോഫിറ്റൊക്കെ കിട്ടുന്നത്, അങ്ങനെ കൂടായിട്ട് ഇരിക്കുന്നത്, കുറേ നേരം ഇങ്ങനെ ഇരിക്കുന്ന എപ്പോഴെങ്കിലും ഒരു ട്രേഡ് എടുക്കുന്നത്, പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സാധനത്തിൽ എന്തെങ്കിലും കുറച്ചൊക്കെ എഫേർട്ട് നമ്മൾ ഇടണ്ടേ. വേറെ ആൾ പറഞ്ഞു തരുന്ന കാര്യം അതേമാതിരിയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെല്ലാവർക്കും കിട്ടൂലേ. അപ്പോൾ അങ്ങനെ കിട്ടുന്നൊരു സംഭവം അല്ലത്. ഈ ഇമോഷൻ റെഡി ആക്കണമെങ്കിൽ ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് എല്ലാവരും ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിടുന്ന ഇമോഷൻസ് എത്ര ടൈം എടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ഇത് ചെയ്യാതെ നിങ്ങൾ വേറെ എന്തൊക്കെ ചെയ്തിട്ട് കാര്യമില്ല, അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കറക്റ്റ് റീസൺ മനസ്സിലാക്കി അത് സോൾവ് ചെയ്യാതെ വേറെ എന്തൊക്കെ നിങ്ങൾ ഇമോഷൻ റെഡി ആക്കാൻ വേണ്ടി ചെയ്താലും അത് എഫക്റ്റീവ് ആവില്ല. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻഡിൽ വെച്ചിട്ട് ഇതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കി നോക്കാം. ട്രേഡിംഗ് സ്റ്റൈലിൽ ഡിഫറൻസ് വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത് കുറച്ച് ടൈം എടുക്കും. പെട്ടെന്ന് ഒറ്റയടിക്ക് കിട്ടില്ല, കുറച്ച് ടൈം എടുത്തിട്ട് റെഡി വരും. ഓരോ പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്തായാലും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ ടൈം എടുത്തിട്ട് ചെയ്ത് റെഡിയാക്കി നോക്കി നോക്കുക. എന്നിട്ട് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം. പിന്നെ ഇനി ഇതുപോലുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.